ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. നെയ്പത്തിരിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കപ്പ് ചോറ് വെക്കുന്ന അരി, ജയ അരി, അത് 4 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. 2 ടീസ്പൂണ് വലിയ ജീരകം, 3/4 കപ്പ് തേങ്ങ, ഒരു സവാളയുടെ പകുതി. അത് വേണമെങ്കിൽ ചെറിയ ഉള്ളി വേണമെങ്കിൽ നമുക്കെടുക്കാം. ഇനി ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കുതിർത്തി വെച്ച അരിയും തേങ്ങയും ഈ ജീരകം, 2 ടീസ്പൂൺ ജീരകം ഇതിലേക്കിടുക. സവാള ഇങ്ങനെ നുറുക്കിയിട്ട് ഇതിലേക്കിടുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരുപാട് കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വറുത്ത പൊടി കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒരു ബൗളിലേക്ക് മാറ്റിയാണ്. പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് തരിയോട് കൂടിയിട്ട് അരയ്ക്കണം. നന്നായി അരയാൻ പാടില്ല. കുറച്ച് തരിയോട് കൂടിയിട്ട് ആണ് ഇതിൻ്റെ അരി അരയാൻ പാടുള്ളൂ. നല്ല വെള്ളവും പാടില്ല. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി ചേർക്കാം. വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട്. കൈ കൊണ്ട് കുഴയ്ക്കാം. പത്തിരിയൊക്കെ പരത്താൻ പാകത്തിലാവുന്നത് വരെ ഉള്ള പൊടി ഇട്ടാൽ മതി. അതിന് ഒരു കണക്കൊന്നുമില്ല. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ചിട്ടാണ്. നമ്മളെ കയ്യിൽ ഒട്ടാത്ത രീതിയിലുള്ള ഒരു പാകമാണിത്. പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം പൊടി ചേർത്തു. ഒരു കപ്പ് എടുത്തിട്ട് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളം എത്രത്തോളം യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കുഴച്ച് പാകമായിട്ടുണ്ട്. കുഴക്കുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നമുക്ക് അതാണ് പാകം. അതിൻ്റെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്തിയെടുക്കാം. അതിന് ഒരു വാഴയോ അല്ലെങ്കിൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം. ഞാനിതുപോലത്തെ ഒരു ഷീറ്റിലാണ് പരത്താൻ പോണത്. നിങ്ങൾക്ക് വാഴ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാഴ എടുക്കാം. ഇതിൽ നിന്ന് ഒരു ചെറിയ ഉരുള, ചിലപ്പോൾ ഒന്നൊക്കെ ഒരു ഉരുള എടുത്തിട്ട് ചെറിയ ഓയിലെടുത്ത് കയ്യിലെടുത്തിട്ട് ഇതിൽ പരട്ടാം, കയ്യിലും പരട്ടാം. ഇതിൽ വെച്ച് കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് പരത്താൻ പാടില്ല. ഈ ഭാഗം കൊണ്ട് പരത്തെടുക്കുക. പരത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് പരത്തി അപ്പോഴേക്കപ്പോൾ തന്നെ ചുട്ടെടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം പൊട്ടും. ഞാനൊരു ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പരത്തിയിട്ടുള്ള പത്തിരി ഇട്ട് കൊടുക്കാം.
പൊന്തി വന്നിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാം. ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാതും നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.